ഇന്ന് 19th ജൂൺ. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരു 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് റഷ്യയിലേക്ക് ഒരു വരവുള്ളൂ. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 4 hours ഡ്യൂറേഷനുണ്ട് മോസ്കോയിലേക്ക് എത്താനായിട്ട്. മോസ്കോയിലെ ഷെർമത്തോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഫ്ലൈറ്റ്. ജെർസിങ്സ്, വ്ളാഡിമർ, കോവ്രോവ്, പവ്ലോസ്കി പൊസാദ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വഴിയാണ് ഞാൻ മോസ്കോയിലേക്ക് പോകുന്നത്. റഷ്യൻ റെയിൽവേസിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ റെയിൽവേ നെറ്റ്വർക്കാണ് റഷ്യയുടേത്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എവറി 1 hour ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. യാത്രയാണെങ്കിലും സൂപ്പർ കംഫർട്ടബിളാണ്. അങ്ങനെ ഒരു 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ മോസ്കോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് മെട്രോ പിടിച്ച് എയർപോർട്ടിലേക്ക്. മോസ്കോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 hour ട്രാവലുണ്ട് മോസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താനായിട്ട്. ആദ്യം ഞാൻ മെട്രോ പിടിച്ച് ഒരു 5 സ്റ്റോപ്പ് കഴിഞ്ഞ് അക്രൂഷ്നായ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എനിക്കൊരു സബർബൻ ട്രെയിനാണ് കയറേണ്ടത്. അതിന് പറയുന്നത് എയറോ എക്സ്പ്രസ് എന്നാണ്. ഇവിടെ നിന്ന് ഷെർമത്തോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനലിൽ നമ്മളെ കൊണ്ട് എത്തിക്കും. ഈ മെഷീനിൽ നിന്നാണ് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തത്. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഇതിലൊരു 30 to 45 minutes യാത്ര ഉണ്ടാവും എയർപോർട്ടിലേക്ക്. അതുവരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ യാത്ര കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി കയ്യിലുള്ള ടിക്കറ്റിൻ്റെ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഷെർമത്തോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ സിയിൽ ഞാൻ എത്തി. ഇനി എൻ്റെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണ്. അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കുക. ഇതാണ് ഷെർമത്തോവോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. റഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മോസ്കോയിൽ ആകെ മൊത്തം 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണുള്ളത്. ഷെർമത്തോവോ, ദൊമോദേദോവോ, വ്നുക്കോവോ, പിന്നെ ഷുക്കോവ്സ്കി. ഇത് ഷെർമത്തോവോ പണ്ട് കാലത്ത് ഒരു മിലിറ്ററി എയർബേസ് ആയിരുന്നു. 1959 ഇതൊരു സിവിലിയൻ എയർപോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു 2 മണിക്കൂർ എയർപോർട്ടൊക്കെ ചുറ്റി കണ്ടപ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഒരു നീണ്ട ക്യൂ കാണുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബോർഡിംഗ് പാസ് കൈ കിട്ടാനായിട്ട്. പിന്നീട് അവിടെ നിന്ന് ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗേറ്റ് ക്ലോസിന് 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഓട്ടോ ആയിരുന്നു ഇപ്രാവശ്യത്തെ ട്രിപ്പ്. എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ക്യാബിൻ ക്രൂ ആണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഫൈനലി 5.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇതാണ് അബുദാബിയുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പണ്ടുകാലത്ത് മിഡ്ഫീൽഡ് എയർപോർട്ട് എന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ഈ എയർപോർട്ടിന് താൽക്കാലികമായിട്ടാണ് ടെർമിനൽ എ എന്ന പേര് നൽകിയത്. പിന്നീട് 9th February 2024 UAE ഫൗണ്ടറായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ബഹുമാനാർത്ഥം ഈ എയർപോർട്ടിന് സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് നൽകുന്നത്. 2023 അവസാനത്തോടെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ ഫ്ലൈറ്റും ടെർമിനൽ എയിലൂടെയാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 84 ലക്ഷം സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യുന്ന ഈ ടെർമിനൽ എ ലോകത്തെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനലായി മാറി. ഒരു വർഷത്തിൽ 45 ലക്ഷം പാസഞ്ചേഴ്സിനെ വരെ ഈ എയർപോർട്ടിനെ ക്യാരി ചെയ്യാൻ പറ്റും. 128 ഡെസ്റ്റിനേഷനിലേക്കുള്ള 24 എയർലൈൻസ് ഈ എയർപോർട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 160ഓളം ഔട്ട്ലെറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഗൂച്ചി, ഫെൻഡി, ബർബറി, ഹെർമസ് ഇങ്ങനെയുള്ള ലക്ഷൂറിയസ് ബ്രാൻഡുകൾ തൊട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു എയർപോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫുഡിൻ്റെ സൗകര്യങ്ങളാണെങ്കിൽ ഒരു ഫുൾ ഫ്ലോർ തന്നെ ഇവരൊരു ഫുഡ് കോർട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ ടെക്സസ് ചിക്കൻ, ഫ്രൈഡീസ്, ബർഗർ കിങ് അങ്ങനെയുള്ള കുറേ റെസ്റ്റോറൻറ്റുകളും, ഇതുകൂടാതെ മെക്ഡൊണാൾഡ്സ്, കോസ്റ്റ കോഫി, സ്റ്റാർബക്സ് ഇതിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും. മിനിമം ഒരു 2 hours വേണം ഈ ഒരു ടെർമിനൽ നമുക്കൊന്ന് കണ്ടു തീർക്കാനായിട്ട് മാത്രം. ഇവിടെ നമ്മൾ ഓരോ ഷോപ്പിൽ കയറുമ്പോഴും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഒരു സെക്കൻഡ് ടൈമാണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും ഈ ഒരു ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. സൂക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഒരുപാട് സൊവനീഴ്സും ഒരുപാട് ആർട്ടിഫാക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിലെല്ലാത്തിനും എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു സംഭവമുണ്ട്. ഇതുപോലുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടാവും. ഇത് ശരിക്കും ഒരു സോവനീറോ അങ്ങനെയൊന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഊതാണ്, ഫ്രേഗ്രൻസസ് ആണ്. ഇത്രയും മൈൽഡായിട്ടുള്ള ഇത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഞാൻ വേറെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേസിലാണ്
ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും ഉള്ളത്. അവരുടെ കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ് ഇതെല്ലാം ഇവിടെ കിട്ടും. ഫെൻറ്റി ബ്യൂട്ടി, ലാൻകോം, ഡിയോർ, ഷനീൽ ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷൂറിയസ് ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. പറഞ്ഞു തീർക്കാനാവാത്തത്ര വിശേഷങ്ങളുണ്ട് ഈ ഒരു എയർപോർട്ടിൽ. എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റിന് ടൈമായി. ഞാൻ ഇനി എൻ്റെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. സോ ഇനി ഇവിടെ നിന്ന് നേരെ നാട്ടിലേക്ക്.